ഹായ് നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഞണ്ട് പിടിക്കാൻ പോവാണ്. ഷിജുവേട്ടനാകെ നാണം. ഞണ്ട് പിടിക്കാൻ പോവാണ് താഴെ തോട്ടിലേട്ടാ. അപ്പോൾ ഇതാണ് നമ്മൾ ഞണ്ട് പിടിക്കാൻ വന്നിരിക്കുന്ന സ്ഥലം. അതായത് ഈ കാണുന്നില്ല, അപ്പോൾ ഈ തോടിൻ്റെ ഇടതുഭാഗത്ത് കാണുന്നത് ഫോറസ്റ്റാണ്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥലമാണ്. ഇവിടുന്ന് മേലോട്ട് ഫുള്ളായിട്ട് കിടക്കുകയാണ് ഇങ്ങനെ ഇഷ്ടംപോലെ മുകളിലോട്ട്. ഫോറസ്റ്റ് ആളയുടെ വേസ്റ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മളിപ്പം തൽക്കാലം മറ്റേ ചിക്കൻ്റെ വേസ്റ്റാണ്, അത് കോഴി വേസ്റ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇട്ട് വെച്ചിട്ടുണ്ട്, ഫാനിൽ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിടെ 2 സ്ഥലത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്, ഒന്ന് അവിടെയും ഒന്ന് ഇവിടെയും. അപ്പോൾ നമുക്ക് എന്താവുന്നുള്ളത് ഇപ്പം അറിയാം, പേടിക്കണ്ട. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്താൽ ഷിജുവേട്ടൻ പറഞ്ഞത് 2 മിനിറ്റ് എന്നാണ്. അപ്പോൾ അരമണിക്കൂർ, അതായത് നാടിൻ്റെയും ഫോറസ്റ്റിൻ്റെയും നടുവിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതിലൂടെ ഒരു അരുവി, സൂപ്പർ. നമ്മൾ ഗ്രാമത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ മലയോര മേഖലയിൽ താമസിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യം. നമ്മളിന്ന് ഞണ്ട് പിടിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് 2 ഐഡിയ ആണ്. ഒന്ന്, നമ്മൾ ഫാനിൻ്റെ കവറിൻ്റെ മുകളിൽ ചിക്കൻ വേസ്റ്റ്, അതായത് കോഴി വേസ്റ്റ് വെച്ച് കെട്ടി വെള്ളത്തിലോട്ട് ഇട്ടു. അതുകൂടാതെ രണ്ടാമതായിട്ട് നമ്മൾ ഈ പച്ച നെറ്റ് ഉപയോഗിച്ച്, അതായത് നമ്മൾ ഈ മതിലിനൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന പച്ച നെറ്റിനകത്ത് ചിക്കൻ വേസ്റ്റ് വെച്ച് അത് വള്ളി കെട്ടി നമ്മൾ താഴെ അതിനകത്തൊരു കല്ലിൻ്റെ പീസ് വെച്ച് നമ്മൾ നേരെ വെള്ളത്തിലോട്ട് ഇടുന്നത്. അപ്പം ഞണ്ട് വന്ന് അതിൽ പിടിക്കും. അങ്ങനെ 2 തരത്തിലാണ് ഇന്ന് നമ്മൾ ഞണ്ട് പിടിച്ചത്. ഓ മൈ ഗോഡ്, പോയില്ലേ? പോയി കൊടുക്കണു. ഞണ്ട് കിട്ടി കൊമ്പല്ല, ഒന്നിന്റെ കൊമ്പ് കിട്ടി, ഒന്ന് ഞണ്ട് കിട്ടി അല്ലേ? കൊമ്പല്ല, രണ്ട് കിട്ടിയ അതിന്റെ കൊമ്പ് പോയി. ഒന്നേ കിട്ടില്ലേ? വരും കിട്ടും അല്ലേ? ഒരു ബിരുദനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് സാധനം. അപ്പം നമ്മളെ ഈ താഴെ ഫാൻ്റെ കൂട് വെച്ചപ്പോൾ നമുക്കത് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ മുകളിലത്തെ ഭാഗത്ത് പോവാണ്. മുകളിലത്തെ ഭാഗത്ത് പോയിട്ട് അവിടെ വെച്ചിട്ട് നോക്കാം. പക്ഷേ മറ്റേ 2 നമുക്ക് കിട്ടി, ഇതിലൊന്നും കിട്ടിയില്ല. അപ്പം അങ്ങനെ അങ്ങോട്ട് പോവാം. അക്കരെ ഫോറസ്റ്റ്, ഇക്കരെ നമ്മൾ അല്ലേ? അങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുമ്പോഴേക്കാണ് നല്ല മഴ വരാൻ തുടങ്ങുകയാണ്. ഇനിയിപ്പം മഴയത്തായിരിക്കും നമ്മളുടെ ഞണ്ടുപിടുത്തം. അപ്പം മഴ വന്നു കഴിഞ്ഞാൽ നമ്മളെ മൊബൈൽ അധികം ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഫുൾ മഴ വൈബ്. സൂപ്പർ. യെസ്. അങ്ങനെ ഞങ്ങൾ ഞണ്ടൊക്കെ ക്ലീൻ ചെയ്തിട്ട് തന്നെ ഇവിടുന്ന് പോകാം എന്ന് തീരുമാനിച്ചു. എന്നിട്ട് ഇവിടുന്ന് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഏകദേശം പകുതി ക്ലീൻ ചെയ്തപ്പോഴാണ് ഈ വീഡിയോ എടുത്തത്. ബാക്കി ക്ലീൻ ചെയ്തത് അപ്പുറമുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം 1 കിലോ കിട്ടിക്കാണും. അപ്പോൾ അര കിലോ വെച്ച് ഞങ്ങൾ കിട്ടി. ഏകദേശമാണേ, ഉറപ്പില്ല. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ വീഡിയോ കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. എല്ലാവർക്കും എന്താ പറയുക, നല്ല അടിപൊളി ഒരു വീഡിയോ എക്സ്പീരിയൻസ്. അത്രയൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഞങ്ങൾ ഞണ്ട് കറിയൊക്കെ കഴിക്കാം. ഓക്കെ, ബൈ.